ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ മോർണിംഗ് ബ്രീഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2025 മാർച്ച് 3-ാം തീയതിയാണ്, ഒരു തിങ്കളാഴ്ചയാണ്. ഈ മാസത്തെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന് വരാൻ പോകുന്നത്. സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് നോക്കാനുള്ളത് മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരിക്കും ഈ വർഷത്തിൽ തരിക എന്നാണ് വിദഗ്ധന്മാർ സൂചിപ്പിക്കുന്നത്. 2025 മാർക്കറ്റിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. അതായത് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഈ വർഷം നെഗറ്റീവിലായിരിക്കും അല്ലെങ്കിൽ ലോസിലായിരിക്കും അവസാനിപ്പിക്കുക എന്നാണ് പറയുന്നത്. ദെൻ നിഫ്റ്റി 22,000 സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒത്തിരി പേര് പറയുന്നത് 22,000 മാർക്കറ്റ് ബൗൺസ് ബാക്ക് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി പോകും എന്നൊക്കെയാണ്. RSI ഒക്കെ സൂചിപ്പിക്കുന്നത് ഓവർ സോൾഡ് ഏരിയയിലാണ്. സോ 22,000 ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ തിരിച്ച് കയറി പോകും എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു പാളിച്ച പറ്റിയാൽ 22,000 പൊട്ടിയാൽ 20,300 ലെവൽ വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നും കൂടിയാണ് ഇവരൊക്കെ പറയുന്നത്. സോ നോക്കാം, മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അതുപോലെ ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, പേടിഎം, TVS മോട്ടോഴ്സ്, NLC ഇന്ത്യ, പിരമൽ എന്റർപ്രൈസസ്, ഇന്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ M&M. ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ട്രംപ് ക്രിപ്റ്റോയിൽ പ്രധാനമായിട്ടും നല്ല രീതിയിലൊരു മൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് മൂലം ക്രിപ്റ്റോയിൽ നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സെബിയുടെ ചീഫിനെതിരെ FIR മുംബൈ ഹൈക്കോർട്ട് FIR ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കമ്പനികൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ രീതിയിൽ ഇവർ സഹായിച്ചു. അങ്ങനെ ഒരുപാട് കമ്പനികളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിരുദ്ധമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ സഹായിച്ചു എന്നൊക്കെയാണ് വായിക്കാൻ സാധിച്ചത്. എന്തായാലും കേസും കാര്യങ്ങളും അത് കോടതിയുടെ കാര്യമാണ്. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ബെയറിഷ് മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മാർക്കറ്റിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദെൻ അദാനി ഗ്രൂപ്പ് US അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവർ പിൻവലിച്ചു. അവർ US ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതൊരു ന്യൂസ് റിപ്പോർട്ട് ഇന്നലെ വന്ന്. NSEയിൽ പുതിയ 2 ഇൻഡെക്സുകൾ കൂടി അവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിഫ്റ്റി ഇന്ത്യ ഇൻഡെക്സും ഇ-കൊമേഴ്സ് ഇൻഡെക്സും, അങ്ങനെ 2 ഇൻഡെക്സുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ US ബ്ലൂ ഗോസ്റ്റ് അത് ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നായാലും US നിന്നായാലും ഒരുപാട് എന്താ പറയുക സ്പേസിലേക്കുള്ള യാത്രകൾ നടത്തുന്നുണ്ട്. വരും കാലങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക 2000-ന് ശേഷമുള്ളവരൊക്കെ സ്കൂളിൽ പഴയ ചരിത്രം പഠിച്ചതുപോലെ ഇനി ഒരു 50 വർഷമൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഈ വസ്തുക്കളൊക്കെ ഈ കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും കൂടുതലും പഠിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം സ്പേസിലേക്കുള്ള റിസർച്ച് ഈ ഒരു സമയത്താണ് നടക്കുന്നത്. മുൻപൊന്നും ഇത്രയധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുക ന്യൂസുകൾ വരുന്നുണ്ട്. കാരണം അതിന് അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എവിടെയൊക്കെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും, അവിടത്തേക്കുള്ള യാത്രകൾക്കുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും കൺഫേംഡ് ആണ്, പക്ഷേ ഇതുവരെയും പുറത്തു വിടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ സ്പേസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാനിത് കൂട്ടത്തിൽ വായിക്കുന്നതായിരിക്കും. അതുപോലെ ട്രേഡേഴ്സ് അരീന ഗ്രൂപ്പിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനകത്തൊരു റെഫറൽ പ്രോഗ്രാം കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാർ ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ള ഒരു പരിപാടിയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഉള്ള പ്രധാന ഹൈലൈറ്റ്സ് ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനാണ്, ഏഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്, അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണ്, ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഗ്രീനാണ്. അതിനകത്ത് ചൈനയുടെ മാർക്കറ്റ് മാത്രം പ്രത്യേകിച്ച് മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,357 ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 22,270 ക്ലോസ് ചെയ്തു. 352 ഓപ്പൺ ആയി. 82 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 357, അതായത് ഒരു 5 പോയിന്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ക്യാൻഡിലാണ്
കുഴപ്പമില്ല, തിരിച്ചു കയറി വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്, $2867 എത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഭയങ്കരമായിട്ട് സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വർഷത്തിനകത്ത് എനിക്ക് തോന്നുന്നു 6 രൂപയുടെ എങ്ങാണ്ട് USD INR റേറ്റ് പോയിട്ടുണ്ട്. 87 രൂപ 49 പൈസയായി. ഇതിപ്പോൾ 90 ആവാൻ അധിക ദിവസം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു, കാരണം അത്ര സ്പീഡിലാണ്. കഴിഞ്ഞ ദിവസം 87 രൂപ 16 ആയിരുന്നു, ഇന്നത് 87.49 ഏകദേശം 40 പൈസ 35 പൈസയൊക്കെ വെച്ച് ഒരു ദിവസം അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലുള്ള നിക്ഷേപം പിൻവലിക്കുമ്പോൾ അതാണ് മെയിനായിട്ട് ഈ കറൻസിയെ ബാധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവരത് ഉണ്ടായിരുന്നു, അത് എല്ലാ ദിവസവും അവർ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പണം പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് മൂല്യം കുറയുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദെൻ ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയ S&P ഗ്ലോബൽ, ഓസ്ട്രേലിയ മാനുഫാക്ചറിംഗ് PMI, ഇന്ത്യ HSBC മാനുഫാക്ചറിംഗ് PMI, ജപ്പാൻ ജിബൂൻ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI, ചൈന കേസിൻ മാനുഫാക്ചറിംഗ് PMI, ഇറ്റലി ഗവൺമെൻറ് ബജറ്റ്, UK S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, USA ISM മാനുഫാക്ചറിംഗ് PMI, USA S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികളൊന്നും തന്നെ ഇല്ല. ഞാൻ പെന്നി സ്റ്റോക്സ് എല്ലാം തപ്പി നോക്കിയതിനകത്ത് എവിടെയും ഇന്നത്തെ ദിവസത്തേക്കൊന്നും കണ്ടില്ല. അതേപോലെ FNO ബാനിലും ഇന്ന് സ്റ്റോക്കുകളൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. എന്തായാലും എല്ലാ സ്റ്റോക്കുകളും അവൈലബിൾ ആയ എല്ലാ സ്റ്റോക്കുകളും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 11,639 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അതേസമയത്ത് 12,308 കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 669 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായ സെക്ടറുകളൊന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ദെൻ ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, ഗോൾഡ് ബീസ്, ഓട്ടോ ബീസ് എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. IT ബീസ് 3.9% പോയിട്ടുണ്ട്. അത് ഒരല്പം വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. നോക്കാം, വരും ദിവസങ്ങളിൽ ഇതെല്ലാം തിരിച്ച് കയറി വരും. മാർക്കറ്റ് കയറി വരാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 22,450 ദെൻ 16 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്, 0.08%. ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പണിംഗ് ഡേ ആണ്, 22,450 ഇന്നിപ്പോൾ ഓപ്പൺ ആവാൻ ഇവിടം തൊട്ടാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഈ മാസത്തെ മാർച്ച് മാസത്തെയും അതേപോലെ തന്നെ മൂവ്മെൻറ്റ് ഒന്നും, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, സോ മൂവ്മെൻ്റ് ഒന്നും തന്നെ അതിനകത്ത് കാണിക്കാനില്ല. ദെൻ ഇന്നലെ മറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR 0.7 ആണ് വന്നിരിക്കുന്നത്. ഒരു കയ്യാലപ്പുറത്തുള്ളൊരവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ട് 22,500 1,25,00,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് 21,800 75,00,000 പുട്ടും വന്നിട്ടുണ്ട്. നോക്കാം, എന്തായാലും കോള് തന്നെയാണ് സെല് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലും. അപ്പോൾ മാർക്കറ്റിനെ ഇടിച്ച് താഴെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം എന്ന് തോന്നുന്നു. വിക്സ് വന്ന് നിൽക്കുന്നത് 13.31 വളരെ ചെറിയ വിക്സ് ആണ്. സ്പോട്ട് പ്രൈസ് 22,450 നിൽക്കുന്നത്. CPR ഇന്നത്തേക്കുള്ളത് 22,393, 335, 278 വളരെ വൈഡായിട്ടുള്ള CPR ആണ്. ഒരു പക്ഷേ നാരോ റേഞ്ചിലുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് 22,378, 342 എന്ന രീതിയിൽ ഒരു 36 പോയിൻറ്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി 22,378 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,609 വരെ മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ട്. അതല്ല 22,342 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 22,292 വരെയും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. താഴോട്ട് മൂവ്മെൻറ്റ് കുറവാണ് പറഞ്ഞിരിക്കുന്നത്, മുകളിലോട്ട് മൂവ്മെൻറ്റ് കൂടുതലുമാണ്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ. അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ട്രയൽ വേണ്ടവർക്ക് ഫ്രീ ട്രയൽ എല്ലാവർക്കും ഫ്രീ ട്രയൽ കിട്ടുന്നുണ്ട്. അതേപോലെ മുമ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണെങ്കിലും നിങ്ങൾക്കും വീണ്ടും ഫ്രീ ട്രയൽ കിട്ടാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ലിങ്ക് വഴി കയറുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മാസം ലാഭകരമാവട്ടെ എന്ന് കരുതുന്നു. കോപ്പി ട്രേഡിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയുക. ഇന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ദിവസം 1-ാം തീയതി, അല്ലെങ്കിൽ അതിന് 25-ന് ശേഷം 1-ാം തീയതിക്ക് മുമ്പായിട്ടാണ് ആഡ് ചെയ്യാറുള്ളത് നോർമലി. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ 9% ലോസിലാണ് കോപ്പി ട്രേഡിങ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ മാസം നോക്കാം, എന്തായാലും ഒരു പോസിറ്റീവിൽ ക്ലോസിങ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.